impact lies through selfless service. കൾച്ചറൽ മീറ്റിംഗ് ഏറ്റവും മനോഹരമായി നടന്നത് ഇതിൻ്റെ കൾച്ചറൽ മീറ്റിംഗാണ്. ട്രിവാൻഡ്രത്തിൽ ഒന്നാമത്തെ കൾച്ചറൽ മീറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു കൾച്ചറൽ മീറ്റിംഗ് ആയിരുന്നു. 100 കണക്കിന് ആളുകളാണ് ആ കൾച്ചറൽ മീറ്റിംഗ് ട്രിവാൻഡ്രത്ത് YMCA പഠിച്ചുകൂടി. അവിടെ വെച്ച് എന്നെ സംബന്ധിച്ച് ഡിസ്ട്രിക്റ്റിൽ ഉള്ള ചില ക്ലബുകളുടെ സഹായത്തോടുകൂടി തന്നെ ഫസ്റ്റ് റണ്ണറപ്പ് ആകാൻ നമുക്ക് സാധിച്ചു. അതിൽ രണ്ട് ഡിസ്ട്രിക്റ്റിലും ഒരേപോലെ മാർക്ക് വന്നതുകൊണ്ട് 6 മാസം തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റും അത് കഴിഞ്ഞ് 6 മാസം മുതൽ 12ാമത്തെ മാസം വരെ നമുക്കുമാണ് കപ്പിൻ്റെ അധികാരം. അപ്പോൾ അങ്ങനെ നമുക്ക് കുറച്ച് പേരെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ഒരു നേട്ടം ഉണ്ടാക്കാൻ സാധിച്ചത് നമ്മുടെ ഈ പ്രസ്ഥാനത്തിൻ്റെ ഒരു വളർച്ചയാണ്. അപ്പോൾ ആ ക്ലബിൻ്റെ അന്നത്തെ ആ ഒരു പ്രവർത്തനം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഭാവിയിൽ നമ്മൾക്ക് ഇന്ന് നിലവിൽ 5 ക്ലബ്ബാണെങ്കിലും പഴയ ക്ലോക്ക് ടവർ ക്ലബ്ബും കിളിയല്ലൂർ കേന്ദ്രമായ ഒരു ക്ലബ്ബും അല്ലാതെ 2-3 ക്ലബ്ബുകളും രൂപം കൊടുക്കുവാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ ഈ കഴിഞ്ഞ കാലയളവിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട്. മിക്കവാറും ഇന്ന് ക്ലോക്ക് ടവർ ക്ലബിൻ്റെയും കിളിയല്ലൂർ ക്ലബിൻ്റെയും പ്രതിനിധികൾ ഇന്നും എത്തുന്നതായിരിക്കും. അവർ അടുത്ത സെക്ഷനിലായിരിക്കും അവരുടെ വരവ്. അപ്പോൾ അത് നമ്മുടെ സംഘടനയെ സംബന്ധിച്ചിടത്തോളം നേട്ടമായി. ഇപ്പോൾ ക്ലോക്ക് ടവർ ക്ലബ്ബ് വരികയാണെങ്കിൽ അവർ ഫുൾ ഫാമിലിയാണ്, എല്ലാ കാര്യത്തിലും ഫാമിലിയായി പങ്കെടുക്കുന്ന ഒരു ക്ലബ്ബായിരിക്കും. എല്ലാവരും ലീഡേഴ്സായിട്ടുള്ള എല്ലാവരും ഈ റീജിയനുമായിട്ട് പ്രവർത്തിക്കുന്നതാണ്. റീജിയനിലെ സെക്രട്ടറി ഈ ഡിസ്ട്രിക്റ്റിലെ കൊല്ലം പേരൂർ ക്ലബിലെ പ്രസിഡന്റാണ്. ഇന്ത്യ ഏരിയ പ്രസിഡന്റും അതോടൊപ്പം തന്നെ റീജിയന്റെ ലീഡറുകൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രമോദ് പ്രസിഡന്റ് ഈ ഡിസ്ട്രിക്റ്റിലെ കൊയ്രോ ക്ലബിന്റെ പ്രസിഡന്റാണ്. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് ഇലക്റ്റായിട്ടുള്ള ശിവദാസ് പാണ്ഡികശാല നമ്മുടെ ഡിസ്ട്രിക്റ്റിലെ കൊല്ലം സിറ്റിയിലെ പ്രസിഡന്റാണ്. റീജിയന്റെ നേതാക്കന്മാരും ഏരിയയുടെ നേതാക്കന്മാരും ഇന്റർനാഷണൽ നേതാക്കന്മാരും ഒരു ഉൾപ്പെട്ട ഡിസ്ട്രിക്റ്റിലെ ലീഡേഴ്സിന് പലപ്പോഴും ഏരിയയുടെ പരിപാടിയും ഇന്റർനാഷണൽ പരിപാടിയും റീജിയന്റെ പരിപാടികളിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ ഡിസ്ട്രിക്റ്റിന്റെ പ്രോഗ്രാമിലേക്ക് പോയവരെല്ലാം പല പ്രോഗ്രാമിലൊക്കെ പോകുന്ന സമയങ്ങളായിരിക്കും. പക്ഷെ പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ നടത്തുന്നത്. ഡിസ്ട്രിക്റ്റിന്റെ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്ലബിൽ 6 മെമ്പേഴ്സ് ഉണ്ടെങ്കിലും പരമാവധി മെമ്പേഴ്സ് നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ഈ റീജിയന്റെ ഓരോ പരിപാടികളായാലും ഏരിയയുടെ പരിപാടികളായാലും ഇന്റർനാഷണൽ പരിപാടികളായാലും ഡിസ്ട്രിക്റ്റിൽ നിന്ന് പരമാവധി മെമ്പേഴ്സ് പങ്കെടുക്കുന്നുണ്ട്. റീജിയന്റെ എല്ലാ പ്രൊസീഡിയർ മീറ്റിംഗ്സ്, ഏരിയയുടെ എല്ലാ പ്രൊസീഡിയർ മീറ്റിംഗും, ഇന്റർനാഷണൽ ലെവലിൽ നടക്കുന്ന ഇന്റർനാഷണൽ ലെവലുള്ള മീറ്റിങ്ങുകളെല്ലാം നമ്മുടെ ആ ഒരു റിപ്പോർട്ടായിട്ട് എടുത്തു നോക്കിയാൽ ഓരോ ഡിസ്ട്രിക്റ്റിലെയും നമ്മുടെ ഈ ഡിസ്ട്രിക്ട് മറ്റുള്ള ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും ഉപരി ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുക്കുന്നത് നമ്മുടെ ഡിസ്ട്രിക്റ്റാണ്. റീജിയണൽ ചെയർമാൻ എന്ന നിലയിലാണ് ഉണ്ട്. അതിനുള്ള പ്രയത്നം പട്ടികശാല ചെയ്തു കൊടുത്താൽ ചേച്ചിക്ക് ആ വഴിയെ ഒന്ന് നടന്നു പോയാൽ മതി. ബാക്കിയെല്ലാം ശക്തമായിട്ട് നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റ് യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ എന്ന ആ പ്രസ്ഥാനത്തിൽ ഭാവി കാലഘട്ടങ്ങളിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഡിസ്ട്രിക്റ്റായി നമുക്ക് മാറ്റാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസവും അതിനും ബഹുമാനപ്പെട്ട നമ്മളെ ബ്രദർ ചേച്ചിയെ ഞാൻ ഈ അവസരത്തിൽ നന്ദിപൂർവ്വം അഭിനന്ദിക്കുന്നു. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്ന് നമ്മളെ സദസ്സിലുള്ള ഇന്ത്യ ഏരിയ ബുള്ളറ്റ് ഡയറക്ടറായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രമോദ്, ഇന്ത്യ ഏരിയയിലെ 2 വർഷം ഉണ്ട്. അടുത്ത വർഷവും ഏരിയയുടെ പ്രവർത്തനമുണ്ട്. അടുത്ത വർഷവും ഇന്ത്യ ഏരിയയുടെ ബുള്ളറ്റ് ഡയറക്ടറായിരിക്കും പ്രമോദ്. അടുത്ത വർഷവും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ഡിസ്ട്രിക്റ്റിനും എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകണമെന്നോട് ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അതോടൊപ്പം തന്നെ ഡിസ്ട്രിക്റ്റിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള അബ്ദുള്ള പല സമയങ്ങളിലും പ്രവർത്തനത്തിന് നമ്മളോടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളാൽ ചില ബിസിനസ് കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞിട്ട് മക്കയിൽ ഇതിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളോടൊപ്പം ഈ ഡിസ്ട്രിക്റ്റിനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുള്ള ആവശ്യമായ കാര്യങ്ങളിലും അതോടൊപ്പം തന്നെ ഏത് കാര്യങ്ങളും നമ്മളെ ഏൽപ്പിച്ചാൽ സത്യസന്ധമായിട്ട് നമ്മളോടൊപ്പം നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അബ്ദുള്ളയും ഈ അവസരത്തിൽ
എല്ലാവിധ ആശംസകളും നന്ദി അറിയിക്കുന്നു. അനുസരിച്ച് ഏകദേശം 6 ലക്ഷം രൂപയുടെ പ്രോജക്റ്റുകൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നടന്ന YMI ചാരിറ്റി ബാങ്ക്വറ്റ് 2025 ഡിസ്ട്രിക്റ്റിൽ നിന്നും 8 അംഗങ്ങളാണ് പങ്കെടുത്തത്. അതിൽ 7,500 രൂപ വെച്ച് അതിൽ ഒരംഗങ്ങൾക്ക് കൊടുത്തത്. അതിൽ 7 അംഗങ്ങൾ YMI ക്ലബിൽ നിന്നും, ഒരംഗം YMI പേരൂരിൽ നിന്നും പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടീസുകൾ പിന്നാലെ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും എല്ലാവരും അതിലെല്ലാം സഹകരിക്കുകയും നമുക്ക് ഈ ഒരു കഴിഞ്ഞ 24-25 വർഷം ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ആർക്കെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ അതൊന്നും നഷ്ടമാകുന്നില്ല. വരും വർഷങ്ങളിലേക്ക് അതെല്ലാം ചെയ്ത് ഇതിനെ ഒരു വലിയ കാരണം ഇന്ന് നമ്മുടെ ഡിസ്ട്രിക്റ്റിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടറിയാം. നേതാജി വി രാജേന്ദ്രൻ അദ്ദേഹത്തിന്റെ ബാറ്റൺ പണ്ടികശാലയ്ക്ക് കൈമാറുമ്പോൾ ഇന്ന് നേതാജി വി രാജേന്ദ്രൻ അവരുടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവാർഡ് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിലാക്കിയതെല്ലാം ചെയ്തതിലേക്ക് ഒന്ന് അഭിനന്ദിക്കണം എന്ന് വിചാരിച്ചാൽ ഒരു വളരെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ഷീൽഡുകളാണ് ഇവിടെ നിർത്തി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം കഴിഞ്ഞ് പണ്ടികശാലയുടെ കയ്യിലൂടെ ഈ പ്രോഗ്രാം കിട്ടുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലും വളരെ 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 താല്പര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അദ്ദേഹം ഒരു റോട്ടറിയുടെയും ലയൺസിന്റെയും ഒക്കെ സമുന്നത സ്ഥാനങ്ങളിൽ വളരെ മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ചൊരു നല്ല പ്രവർത്തകനാണ്. പറഞ്ഞ് ഈ പറയുന്ന ലെവലിൽ കാര്യങ്ങളെല്ലാം നടത്തുന്ന ഒരു നല്ല ടീമാണ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം നല്ല പ്രവർത്തനം കാഴ്ചവെച്ച നേതാജി എൻ ടീമിന് എല്ലാവിധ അനുമോദനങ്ങളും അർപ്പിക്കുന്നതിനോടൊപ്പം ഇനി ഏതാനും ഒരു മീറ്റിംഗ് കൂടെ കഴിഞ്ഞ് അടുത്ത മീറ്റിങ്ങിൽ ചാർജ് എടുക്കാൻ പോകുന്ന പാണ്ഡ്യശാലയ്ക്കും ടീമിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതോടൊപ്പം നമ്മളിവിടെ നിന്നുള്ള പരമാവധി ആളുകൾ 9-ാം തീയതി നടക്കുന്ന ഏരിയ കൺവെൻഷനിൽ രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റെടുക്കണമെങ്കിൽ അതിന് ആദ്യം ചെയ്ത് കാണിച്ചു കൊടുക്കുന്ന റീജിയൻ നമ്മുടെ റീജിയൻ തന്നെയാണ്. തീർച്ചയായിട്ടും ഈ റീജിയനിൽപ്പെട്ട നമുക്ക് എല്ലാവർക്കും അക്കാര്യത്തിലും അഭിമാനിക്കാവുന്നതാണ്. ഇനി അദ്ദേഹത്തിൻ്റെ രാജസൂയമാണ് ഇങ്ങനെ നടക്കാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ട് അത് നന്ദിയോടെ ഓർക്കുന്ന ഒരു ദിനമാണ് ഈ ജൂലൈ മാസം 25-ാം തീയതി. മറ്റൊരു കാര്യവും കൂടി നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കേണ്ടതായിട്ടുണ്ട്. കാര്യം എല്ലാ മേഖലകളിലും ഇന്റർനാഷണൽ ആയാലും ഏരിയ ആയാലും റീജിയൻ ആയാലും ഡിസ്ട്രിക്റ്റ് ആയാലും ക്ലബ് ആയാലും 2 വർഷമാണ് തുടക്ക വർഷം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിന് തുടക്കം കുറിക്കുന്നു, എൻ്റെതായ വഴിയിൽ രീതിയിൽ ഞാൻ ഇതിനെ വഴിവെട്ടി തെളിയിക്കുകയാണ്. ഇനി ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതു രക്തം, പുതു നേതൃനിര വരണം. എങ്കിൽ മാത്രമേ ഇത് സവിശേഷമായ രീതിയിൽ മുന്നോട്ട് പോകത്തുള്ളൂ എന്നതുകൊണ്ടാണ് അദ്ദേഹം 1 വർഷം മാത്രം മതി എന്ന് തീരുമാനിച്ചത്. നടത്തിയിട്ടാണ് വരുന്നത്. അദ്ദേഹത്തിന് ആദ്യമായിട്ട് അദ്ദേഹത്തെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. താങ്ക് യു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത ചടങ്ങുകളൊക്കെ പറയാനുണ്ട്. ഈ നല്ലൊരു ടീമിനോട് ഈ വർഷം വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്. മാത്രമല്ല നല്ല നല്ല ക്ലബ്ബുകളും നല്ല നല്ല ലീഡേഴ്സും എല്ലാ ക്ലബിലോട്ടും നമുക്ക് തെളിവാണ് നമ്മൾ സന്നിധമായിരിക്കുന്നത്. ഇവരുടെ എല്ലാ സഹകരണവും ഇനി ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അല്ലാതെ തന്നെ എനിക്കിപ്പോൾ നല്ലൊരു ടീമിനെ ഞങ്ങളെല്ലാം കൂടെ തന്നെ ഏൽപ്പിച്ചു. അവർ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നത്. പ്രത്യേകിച്ചും അഡ്വക്കേറ്റ് സതീഷ് സാർ സെക്രട്ടറിയായിട്ട് വരുന്നത്, നമ്മൾ സാറ് ഇത് വരുന്നുണ്ട്. അങ്ങനെ 4 പേര് 3 ഗീത മാഡം ട്രഷറായിട്ട് വരുന്നുണ്ട്. കാശും പാണ്ട കെട്ടുമായിട്ടാണ് വരുന്നത് ചിലവാക്കാനായിട്ട്. അങ്ങനെ എല്ലാ രീതിയിലും എനിക്കൊരു നല്ലൊരു വർഷം വരുന്നുണ്ട് എന്ന് നടന്ന മീറ്റിങ്ങിൽ പറയാം. എന്നെ ക്ഷണിച്ചതിനും ഈ ഇതിൽ പങ്കെടുക്കാൻ ഉള്ള അവസരത്തിൽ നൽകാനുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ജയ് YMI. താങ്ക് യു. ഗീതാ സുരേഷിനെ വിളിച്ച് ഞാൻ അഭിപ്രായങ്ങൾ ചോദിക്കാൻ ഗീതാ സുരേഷ് എനിക്ക് തരുന്ന മറുപടിയാണ്, തള്ളെ മര്യാദയ്ക്ക് നിന്ന് കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വിവരം അറിയും. ഇത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മക്കൾ പറയും, മമ്മിയെ ജീവൻ വേണമെങ്കിൽ നല്ലപോലെ നിൽക്കുക, കാര്യം കൂടെ നിൽക്കുന്ന മോശപ്പെട്ട ആളൊന്നുമല്ല എന്ന് പറഞ്ഞതുപോലെ എനിക്ക് ഈ മക്കളുടെ എല്ലാവരുടെയും സഹായവും സഹകരണവും എല്ലാം ഉണ്ടെങ്കിൽ പിന്നെ പ്രകാശ സാർ എൻ്റെ അടുത്ത് എപ്പോഴും പറയും, പ്രഭ ചേച്ചി ഞങ്ങൾ കൂടുണ്ട്, എന്തിനും ഞാൻ കൂടുണ്ട് എന്ന് പറയുന്നത് എനിക്ക് ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ സഹായം ഉണ്ടെങ്കിൽ
ഞാൻ നിങ്ങളൊക്കെ വിചാരിച്ചതുപോലെ വലിയ ആളാക്കി എടുക്കാൻ നോക്കും. പക്ഷെ എനിക്ക് അടുക്കളയിൽ നിന്നുള്ള പരിചയം മാത്രമേ ഉള്ളൂ. ഈ അടുക്കളയിലെ പരിചയം ഈ 1 വർഷം കൊണ്ടാണ് എന്നെ ഇങ്ങനെ ആക്കിയെടുത്തത്. ഇനിയിപ്പം ഈ ഗീത പറഞ്ഞ് ഗീതയൊക്കെ എത്രയോ വർഷം കൊണ്ട് ഞാൻ പറഞ്ഞ മോളെ നിന്റെയൊക്കെ പരുവാകുമ്പോൾ ഞാൻ കിലാടിയാകുമെന്ന് പറഞ്ഞേക്കാണ്. എന്ന് പറഞ്ഞാൽ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിച്ച് എന്നെ അങ്ങനെ ആക്കി എടുക്കട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ക്ലബ്ബുകളിൽ വളരെ സുദീർഘമായ ഒരു സേവനം കാഴ്ചവെക്കാൻ എനിക്ക് സർവേശ്വരൻ കഴിവ് തന്നവരുൾപ്പെടെ ഈ ഞങ്ങളുടെ കൊല്ലം സിറ്റി ക്ലബിൻ്റെ ഈ പില്ലേഴ്സായ കുറേ ആൾക്കാർ 14 പേരെ ഉണ്ടെങ്കിൽ 14-ന് 28-ൻ്റെ കളിയാണ് കളിച്ചത്. അങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിൽ എന്ന് വെച്ചാൽ ആദ്യത്തെ ക്ലബ് ന്യൂസ്, ഇന്റർനാഷണൽ ന്യൂസ് എല്ലാം പ്രസന്റ് ചെയ്തതും 13 മീറ്റിംഗ്സ് നടത്തിയിട്ടുണ്ട്. കൊല്ലം റിപ്പോർട്ട് വായിക്കുന്ന സെക്രട്ടറി ഞാൻ അവോയ്ഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ വിവരങ്ങൾ പറയുന്നത്. ഒരുമാതിരിയുള്ള എല്ലാ റീജിയണൽ ഡിസ്ട്രിക്ട് ആക്ടിവിറ്റീസും ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവിധ സപ്പോർട്ടും നമ്മുടെ ഡിസ്ട്രിക്ട് ഗവർണർ നേതാജി സ്വാമി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ RC സുരേഷ് സാറിനും മറ്റ് സെക്രട്ടറി ജയൻ സാറിനും മറ്റുള്ള എല്ലാവർക്കും എല്ലാ ക്ലബ്ബുകൾക്കും ഞങ്ങളിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത് തുടർന്ന് ഉണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. മാത്രമല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള എൻ്റെ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന അദ്ദേഹം തന്നെയാണ് ഇത് പ്രസിഡൻ്റായിട്ട് വരുന്നത്. എല്ലാ രീതിയിലും ഒരു നല്ല വർഷം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ നടക്കട്ടെ എന്ന് അഡ്വാൻസായിട്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഈ അതിപ്രസംഗം അല്ലെങ്കിൽ അധ്യക്ഷ പ്രസംഗം ഞാൻ മതിയാക്കുകയാണ്. സമയം വൈകുന്നില്ല. താങ്ക് യു സോ മച്ച്. റീജിയൻ 1 എന്ന ഒരു റീജിയനെ ഇവിടെ സ്ഥാപിക്കുകയും അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ലീഡർഷിപ്പിൽ എൻ്റെ പേര് ബഹുമാന്യായ ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ KC സാമുവൽ സാർ നിർദ്ദേശിക്കുകയും എന്നോടൊപ്പം നിൽക്കുന്ന എൻ്റെ സഹോദര തുല്യരായ വ്യക്തിത്വങ്ങൾ എനിക്ക് താങ്ങും തണലുമായി എന്നോടൊപ്പം നിന്നുകൊണ്ട് ആ ഉത്തരവാദിത്വം ഏറെ വിഷമത്തോടും ഏറെ സന്തോഷത്തോടും കൂടി ഏറ്റെടുത്തുകൊണ്ട് ഈ കൊല്ലം മേഖലയിലെ ആദ്യമായി ഡിസ്ട്രിക്റ്റ് രൂപീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനം ആരംഭിക്കുകയും അന്ന് ഇതര നമ്മുടെ പ്രസ്ഥാനമായ അതിൻ്റെ ഈറ്റിലമായ കൊല്ലത്ത് യങ് മൈൻഡ്സ് ഇൻ്റർനാഷണൽ എന്ന ഒരു ദേവി പ്രസ്ഥാനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള വിഷമസ്ഥാനത്തിൽ ഞാനും എൻ്റെ കൂടെ നിന്ന സഹപ്രവർത്തകരും ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ഡിസ്ട്രിക്റ്റിൽ പരമാവധി ക്ലബ്ബുകൾ ഉണ്ടാക്കുക എന്നുള്ള പ്രവർത്തനമായിട്ട് പോകുമ്പോൾ സ്വയമേ ഒരു ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് പഴയ വൈസ്മാൻ ക്ലബ്ബായ കൊല്ലം സെൻറ്റർ യങ് മൈൻഡ്സ് ഇൻ്റർനാഷണൽ കൊല്ലം സിറ്റി എന്ന പേര് രൂപീകരിച്ചുകൊണ്ട് ഒരു മായവുമില്ലാതെ ഒരു ചതിയുമില്ലാതെ മൊത്തം മെമ്പേഴ്സുമായിട്ട് യങ് മൈൻഡ്സ് ഇൻ്റർനാഷണൽ എന്ന പ്രസ്ഥാനം ബഹുമാനപ്പെട്ട പണ്ഡികാശാലയുടെ നേതൃത്വത്തിൽ ശക്തമായി ഇവിടെ വന്നു. അതുപോലെ തന്നെ അടുത്ത വർഷത്തെ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നതും നല്ലൊരു ടീം വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് തന്നെ അടുത്ത 25-26 ഡിസ്ട്രിക്റ്റിനെ നയിക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു കലണ്ടർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ 25-26 DG ആയിട്ട് വരുന്ന ശിവദാസൻ പാഠശാല സാർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നല്ല ഡിസ്ട്രിക്റ്റും ക്ലബ്ബുകളും ഇൻ്റർനാഷണലും ഏരിയയിലൊക്കെ പ്രവർത്തിച്ച് നല്ല ഒരു ഇൻ്റർനാഷണൽ പ്രസ്ഥാനത്തിലെ ഒരു വലിയൊരു പ്രസ്ഥാനമായി മാറും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി വരുന്ന നല്ല നല്ല പ്രോജക്റ്റുകൾ ചെയ്യാൻ താല്പര്യപ്പെട്ടുകൊണ്ട് എന്നോടൊപ്പം സഹകരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്, പ്രതീക്ഷയല്ല എന്നോടൊപ്പം സഹകരിക്കും, എൻ്റെ മെമ്പർമാരായാലും ഡിസ്ട്രിക്റ്റായാലും റീജിയണായാലും എല്ലാവരും സഹകരിക്കുമെന്ന വിശ്വാസത്തോടു കൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം റോട്ടറിയുടെ ഒരു മീറ്റിംഗിൽ റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ സാർ പറഞ്ഞ ഒരു വാക്ക്, അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ്: ഈ സംഘടനകൾ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് കുടുംബജീവിതത്തിന്.
കാരണം മറ്റൊന്നുമല്ല, ഇന്ന് അണുകുടുംബങ്ങളിൽ സംഘർഷം അനുഭവിക്കുന്ന ഒട്ടനവധി വ്യക്തികളാണ് വീടുകളിൽ ജീവിക്കുന്നത്. അതിൻ്റെ ആ പിരിമുറുക്കം ഒന്ന് കുറയ്ക്കാൻ റോട്ടറിയും ലയൻസും യങ് മൈൻഡ്സും ഒക്കെയുള്ള സംഘടനകൾ കൂടി പ്രവർത്തിച്ച് സൗഹൃദം ഊട്ടിയുറപ്പിക്കുക എന്നുള്ളതാണ്. അത് അദ്ദേഹം ഒരു കാരണമായി പറഞ്ഞത്, അഹമ്മദാബാദിൽ കഴിഞ്ഞ ദിവസം നടന്ന വിമാന ദുരന്തം ഇന്നൊരു സംശയത്തിന്റെ ദൃഷ്ടിയിലാണ് നിൽക്കുന്നത്. അതിന്റെ ബ്ലാക്ക് ബോക്സുകൾ പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് ആ കോക്പിറ്റിലേക്ക് ആകെ 2 പേർക്ക് കിടക്കാനായിട്ട് സാധിക്കും, 2 പൈലറ്റുമാർക്ക്. അതില് ഫ്യൂൽ ഇഞ്ചക്ഷന്റെ സ്വിച്ച് എപ്പോഴോ ഓഫായി. ആര് ഓഫ് ചെയ്തു എന്നുള്ളതാണ്. ഒരു പക്ഷേ വീട്ടിലെ മാനസിക സംഘർഷം കാരണം പക്ഷേ ഈ പൈലറ്റുമാര് ഫിസിക്കൽ ടെസ്റ്റ് നടത്തി, അതേപോലെ മദ്യപിച്ചിട്ടുണ്ടോ എന്ന് നോക്കി എല്ലാ ടെസ്റ്റും നടത്തിയിട്ടാണ് അവരേക്ക് കടത്തിവിടുന്നത്. പക്ഷെ ആ ഒരു മാനസിക സംഘർഷത്തില് 346ഓളം പേരുടെ ജീവനെ എടുക്കത്തക്ക രീതിയിൽ ഒരു സ്വിച്ച് ഒരു സെക്കൻഡ് കൊണ്ട് ഓഫ് ചെയ്യാനുള്ള ഒരു മനസ്സെങ്ങനെ വന്നു എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ ജീവിതത്തിലെ പിരിമുറുക്കം കാരണം സംഭവിച്ചു പോയിട്ട് ഒരു പ്രത്യേക മൊമെന്റിൽ സംഭവിച്ചു പോയിട്ടുള്ളതായിരിക്കും. എത്ര ക്രൂരതയാണ്! എവിടെയെങ്കിലും പോയി സൂയിസൈഡ് ചെയ്താൽ പോലെ അങ്ങനെയുള്ള മനുഷ്യർ. അതിൽ നിന്നൊക്കെ മാറി നമ്മൾ കടന്നു വരണം, ഇത്തരം സംഘടനകളിൽ കൂടെ തന്നെ കടന്നു വരണം. നമുക്ക് ഷെയർ ചെയ്യണം. നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിലേ നമ്മുടെ സുഖവും ദുഃഖവും പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുള്ളൂ. സുഹൃത്തുക്കൾ എപ്പോഴും സുഖത്തിന് വേണ്ടി മാത്രമല്ല, ദുഃഖത്തിലും പങ്കെടുക്കുന്നവരായിരിക്കണം. അത്തരത്തിൽ നമുക്ക് ഒരു നല്ല ഫാമിലിയെ, കെട്ടുറപ്പുള്ള ഫാമിലിയെ വാർത്തെടുക്കാനായിട്ട് ഇത്തരം സംഘടനകളിലൂടെ കഴിയും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ചെറിയ ഉത്തരവാദിത്വം തീർത്തുകൊണ്ട് വീണ്ടും ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകും എന്നുള്ള വിശ്വാസത്തോടു കൂടി യങ് മൈൻഡ്സ് ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനത്തെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇന്റർനാഷണൽ പ്രസിഡന്റായിട്ടുള്ള ഏറ്റവും മഹവ്യക്തിത്വത്തിൻ്റെ ഉടമയായ ഡോക്ടർ KC സാമുവൽ സാർ അണിയിച്ച ഈ കോളർ, അന്ന് അണിയിച്ച ആ കോളറിൽ നിന്നുകൊണ്ടുള്ള ഊർജം ഇപ്പോഴും എൻ്റെ ശരീരത്തിലെ സിരകളിൽ കൂടി ഓടിക്കൊണ്ട് ഈ സമൂഹത്തിന് ഉപകാരപ്രദമായ എന്തെങ്കിലും ചെയ്യാൻ എനിക്ക് പറ്റുമെങ്കിൽ ചെയ്യാം എന്നുള്ള ഉത്തമ വിശ്വാസത്തോടെ ആ കോളർ ഇപ്പോഴും സത്യസന്ധമായും ഏറെ ബഹുമാനത്തോടു കൂടി എൻ്റെ ശരീരത്തിൽ അണിയിച്ചുകൊണ്ടാണ് ഞാൻ ഈ മൈൻഡ്സ് ഇന്റർനാഷണൽ പ്രസ്ഥാനത്തിൻ്റെ കന്യാകുമാരി മുതൽ ഏതാണ്ട് ഇന്ന് കോട്ടയം വരെയുള്ള ഇതേപോലെയുള്ള ഓരോ ക്ലബ്ബുകളിൽ എന്നെ ക്ഷണിക്കുന്ന മീറ്റിങ്ങുകളിൽ പോകുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ 5 റീജിയനാണ്. ഈ 5 റീജിയണിലും വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റീജിയണൽ ഡയറക്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന രീതിയിൽ നല്ല രീതിയിൽ മെമ്പർഷിപ്പും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച റീജിയണൽ ചെയറാണ് നിങ്ങളുടെ ഈ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത്. അതിലേറെ അഭിമാനമാണ്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും റീജിയൻ 1ന്റെ പല ഡിസ്ട്രിക്റ്റുകളിലും പല ക്ലബ്ബുകളിലും പ്രവർത്തിക്കുന്നവരാണ്. പക്ഷെ നമ്മളൊരു വലിയ കുടുംബത്തിലെ മെമ്പർമാരാണ്, റീജിയൻ 1ലെ കുടുംബങ്ങൾ. ഈ റീജിയൻ 1 എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിൽ ഇനിയും പടിപടിയായി മുമ്പോട്ട് പോകാനായിട്ട് നിങ്ങളെല്ലാവരും കൂടി എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ജൂലൈ മാസം 27-ാം തീയതി നടക്കുന്ന ഒരു വലിയ ചടങ്ങാണ്. അത് റീജിയണൽ ചെയർ റീജിയൻ 1ൻ്റെയും ഡിസ്ട്രിക്ട് 1 ഡിസ്ട്രിക്ട് ഗവർണർ, ഡിസ്ട്രിക്ട് 2 ഡിസ്ട്രിക്ട് ഗവർണർ, ഡിസ്ട്രിക്ട് 5 ഡിസ്ട്രിക്ട് ഗവർണറുടെയും ഒന്നിച്ചുള്ള ഇൻസ്റ്റലേഷൻ ചടങ്ങാണ്. വളരെ മനോഹരമായ ഒരു 350ഓളം പേര് പങ്കെടുക്കുന്ന ഒരു വലിയ അളകാപുരി കൺവെൻഷൻ സെൻറ്റർ എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തെ ഇടപ്പഴിഞ്ഞിലാണ് അത് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത്. എനിക്ക് നിങ്ങളുടെ അഭ്യർത്ഥിക്കാനുള്ളത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ആ മഹനീയ ആ ഒരു സാന്നിധ്യത്തിൽ നിങ്ങൾ ഫാമിലിയായി വന്ന് ആ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് നമ്മുടെ യങ് മൈൻഡ് റീജിയൻ 1ൻ്റെ തുടക്കം വളരെ ഗംഭീരമായിട്ട് നടത്താനായിട്ട് ഞാൻ നിങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. The position you will hold is not only an honor but a mentoring and creating new leaders who will take up the commitments of continued and collective service.
ഉപവിഷ്ടരായിട്ടുള്ള യങ് മൈൻഡ്സിൻ്റെ എല്ലാ ലീഡേഴ്സ്, ഇന്നത്തെ ഈ ഭംഗീയമായ ചടങ്ങിനെ ധന്യരാക്കി പ്രൗഢഗംഭീരമായ ഈ സദസ്സിലുള്ള എല്ലാവർക്കും, വിശിഷ്യ കുണ്ടറ ക്ലബിൽ നിന്നും വന്നിട്ടുള്ള യങ് മൈൻഡ്സിൻ്റെ ലീഡേഴ്സ് എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി, നന്ദി, നന്ദി.